ഇപ്പോഴത്തെ കാലത്ത് ചികിത്സകൻ, വൈദ്യൻ, ഡോക്ടർ എന്നൊക്കെ പറയുന്ന ആള് ഈ പ്രകൃതി ശാസ്ത്രം ഭംഗിയായി പഠിച്ചിരിക്കണം അല്ലേ? തീർച്ചയായിട്ടും. അത് പഠിക്കാത്ത ഒരാളിന് ആയുർവേദം കൈകാര്യം ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ആയുർവേദം പഠിക്കുന്നത് തന്നെ പ്രകൃതിയെ പഠിക്കാനാണ് പറയുന്നത്. പ്രകൃതിയെ അറിഞ്ഞിട്ട്, അപ്പം പ്രകൃതിയെ ചികിത്സിച്ചുകൊണ്ട് രോഗിയെ ചികിത്സിക്കണം. പ്രകൃതിയെ അറിയാതെ രോഗിയെ ചികിത്സിച്ചിട്ട് കാര്യമില്ല. അതായത് ആദ്യം പ്രകൃതിയെ പരിശുദ്ധമായിട്ട് പഞ്ചഭൂതങ്ങളാൽ പരിശോഭിതമായിട്ട് മാറ്റി ആരോഗ്യപൂർണ്ണമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തെ സൃഷ്ടിച്ച് അവിടെ ജീവിക്കുമ്പോഴാണ് ഈ രോഗത്തിൽ നിന്ന് മുക്തി ആ രോഗിക്ക് കിട്ടുകയുള്ളൂ. അങ്ങനെ അന്തരീക്ഷം ഏറ്റവും പരിശോഭിതമായിരിക്കുന്ന ഒരവസ്ഥയിൽ ജീവിക്കുന്ന വ്യക്തിക്ക് രോഗം ആ പ്രദേശത്തേക്കേ വരില്ല. കാരണം ആയുർവേദം എന്ന് പറയുമ്പോൾ പ്രകൃതി ശുദ്ധിയാണ് പ്രധാന കാരണം. പ്രധാനമായിട്ട് ചെയ്യുന്നത് പ്രവൃത്തിയും വൃത്തിയും അത് നമ്മളെ ബാധിക്കും. അപ്പം നമ്മൾ ഈ പഞ്ചഭൂതങ്ങളെ എങ്ങനെ ശുദ്ധിക്രിയയിലൂടെ, ക്ഷേത്ര സംവിധാനങ്ങളിലൂടെ എങ്ങനെ ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തെ സൃഷ്ടിക്കാം. ക്ഷേത്ര ദർശനങ്ങളൊക്കെ അങ്ങനെയാണ്, പ്രപഞ്ചത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് നമ്മളുടെ ആയുസ്സിനെ വർദ്ധിപ്പിക്കുക. അപ്പൊ അങ്ങ് പറഞ്ഞ പോലെയാണ് ഈ പരിസരം ശുദ്ധിയാണല്ലോ ക്ഷേത്രം എന്ന് പറയുന്ന അവിടെ ചെയ്യുന്നത്. ക്ഷേത്ര ശുദ്ധി കലശങ്ങളാടുന്ന ഇടങ്ങളാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഒരു പ്രദേശത്ത് ഒരു ക്ഷേത്രമുണ്ട്, അതിന് ചൈതന്യം ഉണ്ടെങ്കിൽ ആ പ്രദേശം ചൈതന്യവത്താവും എന്ന് പറയുന്നതിന്റെ കാരണം ഇതാണ് അല്ലേ? ക്ഷേത്രക്കുളത്തിൽ കുളിച്ചാൽ മങ്ങിടൻ രോഗമല്ല. അല്ല, ക്ഷേത്രത്തിൽ പോയി അവിടെ ക്ഷേത്രത്തിൽ പോയത് കൊണ്ടോ, ക്ഷേത്രത്തിൽ ആള് കൂടിയത് കൊണ്ടോ, ക്ഷേത്രത്തിൽ വിളക്ക് കത്തിച്ചുകൊണ്ടോ, ആഘോഷം നടത്തിക്കൊണ്ടോ മാത്രമല്ല, ക്ഷേത്രത്തിൽ ശുദ്ധിയുടെ കാര്യമുണ്ട്. വെളുപ്പിന് ഈ പറഞ്ഞ 2:30 മുതലുള്ള സമയത്ത് ഉണരുകയും ക്ഷേത്രത്തെ ഉണർത്തുകയും അവിടെ അതിൻ്റെതായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും അവസാനം വൈകുന്നേരം ഉറക്കുകയും ചെയ്യുന്ന പ്രക്രിയ കൃത്യമായി നടക്കുന്ന ഒരു പ്രദേശത്ത് ഒരു ക്ഷേത്രമുണ്ടെങ്കിൽ ആ സ്ഥലത്ത് ചൈതന്യം നിറഞ്ഞു നിൽക്കും എന്ന് പറയുന്നതിന്റെ കാരണം പ്രകൃതി ശുദ്ധി ചെയ്യുന്നതുകൊണ്ടാണ് അല്ലേ? തീർച്ചയായിട്ടും. അത് ആയുർവേദമാണ്. അത് ആയുർവേദമാണ്. ആയുസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ഷേത്രങ്ങൾ. ആരോഗ്യത്തിന് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്, സുഖത്തിന് വേണ്ടിയിട്ടാണ്, സ്വസ്ഥയ്ക്ക് വേണ്ടിയിട്ടാണ്, അറിവിന് വേണ്ടിയാണ്. തീർച്ചയായിട്ടും. സർവശാസ്ത്ര നിലയമാണ്. ജീവശാസ്ത്രവും തന്ത്രശാസ്ത്രവും മന്ത്രശാസ്ത്രവും ശില്പശാസ്ത്രവും ഇതൊന്നുമല്ല, അതിനും അപ്പുറത്ത് സർവശാസ്ത്ര നിലയങ്ങളാണ്, ശ്രീധർമ്മശാസ്ത്ര നിലയങ്ങളാണ് ക്ഷേത്രങ്ങൾ. അപ്പോൾ ഈ ശ്രീധർമ്മശാസ്ത്രം എന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം നമ്മൾ ശ്രീചക്രത്തെക്കുറിച്ച് അറിയണം. അപ്പോഴാണ് അശോക ചക്രത്തെക്കുറിച്ച് നമുക്ക് പറയേണ്ട വരുന്നത്. അശോക ചക്രവർത്തിയുടെ ചക്രമല്ല അശോക ചക്രം, ഈ ചന്ദ്രചക്രമാണ്. ചന്ദ്രന്റെ 12 അമാവാസിയും 12 പൗർണമിയും ചേർന്ന ആ സ്ത്രീ പുരുഷ കേൾക്കുമ്പോൾ ആദ്യം തോന്നുന്നത് ചന്ദ്രനെയാണ് മനസ്സിൽ തോന്നുന്നത്. ചന്ദ്രൻ്റെതാണ് അശോക ചക്രം. നമ്മളുടെ ശോകത്തെ മാറ്റുന്നത്, അശോകത്തെ വാനിൽ, സസ്യലോകം ആകാശത്തിലേക്ക് വാനിലേക്കാണ് ഉയരുന്നത്. ആ വാനിൽ അശോകത്തെ വിരിയിച്ചുകൊണ്ട് അശോകചക്രം വാനിൽ ഉയർത്തുന്ന, ആ ശുഭ്രമായിരിക്കുന്ന ആകാശത്തിൽ അശോകചക്രത്തെ ഉയർത്തുന്ന, ഭൂമിയിൽ ഹരിത നിറത്തെ ഉയർത്തിക്കൊണ്ട്, ആ അഗ്നിയുടെ കാവ്യവർണ്ണത്തെ മുകളിൽ ഉയർത്തിക്കൊണ്ട് ആകാശത്തെ ശുഭ്രമാക്കി ആ ശുഭ്രതയിലെ നീലയായിരിക്കുന്ന വൈഷ്ണവ ശക്തിയുടെ അശോകചക്രത്തെ ഉയർത്തുന്ന ആ ത്രിവർണ പതാക ഏന്തിയ നാടാണ് ഭാരതം. അത് അന്ധവിശ്വാസത്തിന് മേലെയുള്ള ശാസ്ത്രമുദ്രയാണ് അശോകചക്രം. ഭാരതം എന്ന് തന്നെയല്ല, ഭാരതാംബ എന്ന് തന്നെയാണ് പറയേണ്ടത് അല്ലേ? തീർച്ചയായിട്ടും ഭാരതാംബയാണല്ലോ, അർദ്ധനാരീശ്വരനാണ് ഭൂമി. അപ്പോ സത്യത്തിൽ നമ്മുടെ നാട് ഭാരതാംബയാണെന്നാണ് പറയേണ്ടത് അല്ലേ? അതുകൊണ്ടാണല്ലോ മാതൃഭാവത്തിൽ കാണുന്നത്. അത് അല്ലെങ്കിൽ മൃത്യുഭാവത്തിലേക്ക് വരും. അല്ലെങ്കിൽ ഭാരതം എന്ന പേര് ശരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ടത് ഭാരതാംബ എന്നാ. ഞാൻ ഭാരതാംബയുടെ പുത്രനാണ് എന്ന് പറയാൻ പറ്റണം അല്ലേ? പെറ്റമ്മയും പിറന്ന നാട് മാതാവിനെ പോലെ തന്നെ മാതാവാണ്. ഈ പരമാത്മ ചൈതന്യവും ജീവാത്മ ചൈതന്യത്തിന്റെയും ഉറവിടം ഭാരതത്തിലായതുകൊണ്ടാണ് ലോകത്തിന്റെ മാതാവും ഭാരതമാണെന്ന് പറയുന്നത്. അത് വിശേഷ്യ ഭാരതത്തിലാണ്. ഭാരതത്തിലെ കേരളം എന്ന് പറയുന്ന ഏറ്റവും ജീവകുംഭ സംഭവസ്ഥാനം, ജീവന്റെ ബീജകുംഭ സംഭവസ്ഥാനം എന്നൊക്കെ പറയുന്നത് ഈ അഗസ്ത്യകൂടവും അതുപോലെ തന്നെ ഈ പശ്ചിമഘട്ടത്തിന്റെ മലനിരകളുമാണ്. ഈ ഭാരതാംബ എന്ന് പറഞ്ഞാൽ പാർവതി നടത്തുന്നുണ്ടോ? പാർവതിയാണല്ലോ, പർവ്വതത്താൽ വന്നെത്തുന്നത്. പാർവതിയുടെ കൂട്, ഏറ്റവും ഉയർന്ന വീട് ഹിമാലയമാണ്. അതാണ് ഹിമവൽ പുത്രി. ഹിമവൽ പുത്രിയാണോ ഭാരതം? അതെ, ഗുരു ശിഖരിയായിട്ടുള്ള ഹിമവാന്റെ പുത്രിയായിരിക്കുന്ന ആ പാർവതിയുടെ വീടാണ്, ആ കൂടാണ് നമ്മളുടെ എല്ലാ വീടുകൾക്ക് കാരണം. നമ്മളുടെ മാളികയുടെ മുകളിലേക്ക് വന്നെത്തുന്ന ആ മാളികപ്പുറത്തമ്മ പാർവതിയാണ്. ആ പാർവതി ശുദ്ധമായിരിക്കുന്ന ജലമാണ്. നമ്മളുടെ ജീവന് കാരണം ആ ജലമാണ്. നമ്മൾ ആ ജലത്തിൻ്റെ മായ മാത്രമാകുന്നു. ജീവിതം ഒരു മായയാണെന്ന് പറയില്ലേ,
ആ മായ ഈ ജലത്തിന്റെ മായയാണ് നമ്മൾ. ഈ ജലത്തിന്റെ മായ ആയതുകൊണ്ട് ഹിമവാൻ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഇവിടുത്തെ പർവ്വതങ്ങളൊന്നും അഗ്നിപർവ്വതങ്ങളിലാണ്ടിരിക്കുന്നത്. അത് വൈഷ്ണവ ശക്തിയാലാകുന്നു. ശിവന്റെ ശക്തി വിഷ്ണുവാണ്. ആ വിഷ്ണു ജലത്തിന്റെ മായയാണ്. അതുകൊണ്ടാണ് ശക്തിയാണ് പാർവതി എന്ന് പറയുന്നത്. ശക്തിക്ക് കാരണം പാർവതിയാണ്. ശക്തി വൈഷ്ണവ ശക്തിയാണ്, ഹരിതലോകമാണ്. ആ ഹരിതലോകമാണ് ഈ ശിവന്റെ ഈ ശൈവ നിലയമായിരിക്കുന്ന ഈ ഭൂമിയുടെ ശക്തി, ശക്തിയാണത്. അപ്പൊ ഹിമവാനും വൈഷ്ണവ ശക്തിയായിട്ടുള്ള ബന്ധം? ഹിമവാൻ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയുടെ പിതൃസ്ഥാനം അലങ്കരിക്കുന്ന അത്രയും വലിയ, ആർക്കും കീഴടക്കാൻ പറ്റില്ലാത്ത അത്രയും വലിയ പർവ്വതമാണ്. ആ ഹിമവാന്റെ പുത്രിയാണ് പാർവതി, ജീവനെ പർവ്വതീകരിക്കുന്നവർ. ഈ ശിവന്റെ പുത്രന്മാരെ ജലം ആ ഈ ശിവന്റെ പുത്രന്മാരെ പെറ്റു വളർത്തുന്നവർ. അതായത് ഓരോ പർവ്വതങ്ങൾക്കും ജീവൻ കൊടുക്കുന്നത് പാർവതിയാണ്. അതെ, ജീവൻ കൊടുക്കാനുള്ള കാരണക്കാരൻ നമ്മളും പാർവതിയുടെ മക്കളാണ്. നമ്മളെല്ലാം പാർവതിയുടെ മായ മാത്രമാണ്. അതുകൊണ്ടാണ് ഭാരതാംബ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഭാരതാംബ. പിന്നെ ഗുരുശിഖരിയായിട്ടുള്ള ഹിമവാന്റെ നവഖണ്ഡങ്ങളുണ്ട്. നവവർഷത്തെ ചെയ്യുന്ന, അതായത് മഴയെ എത്തിക്കുന്നതിന് കാരണം, മഴയെ പെയ്യിക്കുന്നതിന് കാരണം ഹിമവാനാണ്. ആ കടലിൽ കിടക്കുന്ന ജലത്തെ ഈ ഭൂഖണ്ഡത്തിലേക്ക് എത്തിക്കുന്നത് ഹിമവാന്റെ വൈഭവമാണ്. ആ ഹിമവാന്റെ വൈഭവത്താൽ ഈ നവനിധികളായിട്ട് മാറിയിട്ടുള്ള നവവർഷത്താൽ പാർവതി വന്നെത്തുന്നതിനാൽ, പാർവതി എന്ന് പറയുന്ന കുമാരിയാൽ വന്നെത്തുന്ന നവവർഷം ചൊരിയുന്ന, അതായത് മേഘം വന്ന ആലയമായി പെയ്തിറങ്ങുന്ന ഭാരതത്തിൻ്റെ ആ ദേശം നവഖണ്ഡങ്ങളാണ്. അപ്പോൾ ഹിമവാന്റെ ഏറ്റവും അനുഗ്രഹവർഷം ചൊരിയുന്ന നവഖണ്ഡങ്ങളാണ് ഭാരതഖണ്ഡം. അത് ഖണ്ഡിച്ചു പോയാൽ ഈ ഭൂഖണ്ഡങ്ങൾ ഇല്ലാതാകും, കടൽ അഖണ്ഡമാകും. ഭാരതം ഖണ്ഡമായാൽ സംഭവിക്കുന്നത് കടൽ അഖണ്ഡമാകും, കടൽ ഒന്നാകും, ഹിമാലയം ഇടിഞ്ഞു താഴും. ഈ പാർവതി എന്ന് പറയുമ്പോൾ ശിവനാണ് പെട്ടെന്ന് നമുക്ക് മനസ്സിൽ വരുന്നത്, ശിവനും പാർവതി. അപ്പൊ ഗംഗയും ആകാശഗംഗയും ഒക്കെ ഈ പാർവതിയുടെ മറ്റു മുഖങ്ങളാണ്. അതെ 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 അതെ. സത്ത് നഷ്ടപ്പെട്ട്, ഇത് മൂവാറ്റുപുഴയാറാണ് ഈ ഒഴുകുന്നത്. ഇത് നദി നാദത്തെ ജനിപ്പിച്ച്, ആദ്യം പുഴയായി പുഴുക്കളെ ജനിപ്പിച്ച്, പുല്ലുകളെ ജനിപ്പിച്ച്, പഴുത്ത് പഴങ്ങളെ സൃഷ്ടിച്ച്, നദിച്ച് നാദത്തെ ജനിപ്പിച്ച്, ഒടുവിൽ സമുദ്രത്തിലേക്ക് എത്തുമ്പോൾ സത്ത് നഷ്ടപ്പെട്ട് ഈ ക്ഷീരഗുണം സമുദ്രണം ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ പേര് ഈ അവസ്ഥയിൽ നിന്നും മാറും, സരിത്ത് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്. അപ്പോൾ അതിന് ഉപ്പ് രസമായിരിക്കും. ആ സരിത്ത് സമുദ്രത്തിലേക്ക് എത്തി, ആ സമുദ്രത്തിൽ, അതായത് ഈ ആഴിയിലേക്ക് എത്തുമ്പോൾ, സമുദ്ര ചെയ്യുമ്പോൾ അത് സതിയായി മാറുകയാണ്. സത്ത് നഷ്ടപ്പെട്ട് സരിത്തായി സമുദ്രത്തിലേക്ക് എത്തിയാൽ സതി എന്ന് പറയുന്ന ആചാരം എന്ന് പറയുന്ന ശരിക്കും ഈ പ്രകൃതിദത്തമായിട്ടുള്ള, ആയുർവേദ ബന്ധിതമായിട്ടുള്ള, പ്രകൃതി ബന്ധിതമായിട്ടുള്ള ഈ സതിയെ കുറിച്ചാണ് പറയുന്നത്. ഈ സതിയാണ്, ഈ കടലിലെ ജലമാണ്. അതാണ് ആഴി എന്ന് പറഞ്ഞാൽ സമുദ്രമാണ്. അത് വെറും സമുദ്രമല്ല. ഈ ദക്ഷപ്രജാപതിയുടെ യാഗാഗ്നിയിൽ തിളച്ചു മറിഞ്ഞ് ആകാശത്തിലേക്ക് ഉയരുന്ന ആ ഹോമകുണ്ഡത്തിലേക്ക് പതിക്കുന്ന ജലം എത്തുന്ന, സതി എത്തുന്ന ആ കടലിനെയാണ് പറയുന്നത് ആഴി. ഹിമവാന്റെ അവിടുന്ന് പാർവതി ഒഴുകി ശിവന്റെ മാറിലൂടെ ഒഴുകി ജീവനായി മാറി, ഒടുവില് ജീവൻ നിലച്ച് ആ സ്വരത്തെ ജനിപ്പിച്ച ആ മാതൃഭാവം നഷ്ടപ്പെട്ട് സത്വഗുണത്തിൽ നിന്ന് രജോ ഗുണത്തിലൂടെ തമോ ഗുണത്തിലേക്ക് മാറി, തമോ ഗുണത്തിൽ നിന്നും അത് സരിത്തായി സമുദ്രത്തിൽ സമുദ്ര ചെയ്യപ്പെട്ട് സതിയായി വീണ്ടും പുനർജനിക്കുവാൻ, ജീവനായി ക്ഷണിക്കാത്ത യാഗത്തിലേക്ക് പോവുകയാണല്ലേ. വീണ്ടും ആ ദക്ഷപ്രജാപതിയുടെ യാഗാഗ്നിയിലേക്ക്, ആ മണ്ണിലേക്ക് എത്താൻ, മണ്ണിന്റെ മാറിലേക്ക് എത്താനായിട്ട് ജലം പുനർജനിക്കുകയാണ്. ഇത് സ്ഥിരം നടക്കുന്ന പ്രക്രിയയല്ലേ? സ്ഥിരം നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ് പാലാഴി മതനം പോലെ. അപ്പൊ ഈ പ്രക്രിയക്ക് ഒരു സ്തംഭനം വന്നാലത്തെ അവസ്ഥ എന്താ? സ്തംഭനം വന്നാൽ ഇല്ലല്ലോ. അതാണ് ഭഗീരഥ പ്രയത്നം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതിനാണ് ഭഗീരഥ പ്രയത്നം എന്ന് പറയുന്നത്. അതെ, അതിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണ പുഷ്കരയൊക്കെ ആരാ? പൂർണ്ണ പുഷ്കര എന്നൊക്കെ പറയുന്ന സംവിധാനം ഉണ്ടല്ലോ. ഈ ഭഗീരഥ പ്രയത്നത്തിന് ഇടയ്ക്ക് ഇങ്ങനെ ചില പാർവതിയുടെ അവതാരം പേരുകളുണ്ടല്ലോ. അതെ, ശ്രീധർമ്മശാസ്ത്രത്തിലേക്ക് വരുമ്പോഴാണ്